നാടൻ കലകളും കലാരൂപങ്ങളും ഒക്കെ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ മാഷിന്റെ അറിവിലുള്ള ഒരു പക്ഷേ ചരിത്രം ഒക്കെ എന്താണ്? ചരിത്രമുണ്ട്. കാരണം ഈ നാടൻ കലകളാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അന്ന് ഈ കാക്കാശാടം പോലും അവതരിപ്പിക്കുമ്പോൾ കട്ടണില്ല. പക്ഷെ നാടകങ്ങളിൽ കഴിയുമ്പോൾ കട്ടണമുണ്ട്. നാടകങ്ങളൊക്കെ തെരുനാടകങ്ങളായിട്ടാണ് ഇറങ്ങി, പിന്നെയാണ് കട്ടണമൊക്കെ ഉണ്ടായത്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ നാടൻ കലയുടെ കാക്കാശാടം മാത്രമല്ല എല്ലാ നാടൻ കലയുടെ ഉത്ഭവം എന്ന് പറയുമ്പോൾ പണ്ട് ആദിമ മനുഷ്യൻ തുണി ഉടുക്കാതെ മരത്തിന്റെ തൊലിയും മരവരിയും ഉടുത്ത് കാട്ടിലെ കായികനികളും കാട്ടിലെ പക്ഷിമൃഗാദികളെയും ഭക്ഷിച്ച് കാട്ടാളിലെ ജലവും കുടിച്ച് നടക്കുന്നൊരു കാലം ഉണ്ടായി. കല്ലൊരിച്ച് തീയുണ്ടാക്കി ആഴിയുണ്ടാക്കി ആഴിയിൽ ഈ വേട്ടയാടിക്കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികളെ കെട്ടി ചുടും. അപ്പോൾ ഇവരെല്ലാവരും വിശപ്പിൻ്റെ സന്തോഷം കൊണ്ട് എല്ലാവരും വളഞ്ഞു നിൽക്കുക അനിയിട്ട് നിന്നിട്ട് ഇതിൻ്റെ പൊട്ടലും ചിറ്റുവലും മണമൊക്കെ വരുമ്പോൾ അവർ അട്ടഹസിക്കും, തുള്ളിച്ചാടും. ആ ഹോയ് തക 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 ആ എന്ന് പറയും. അവിടെയാണ് വായ്ത്താരികൾ ഉണ്ടായത്, അർത്ഥമില്ലാത്ത വാക്കുകൾ. താ താ തക തീ തക താ തൈ തെയ്തോ തക തീ തക താ തൈ താതരികിട തകത് മൃതക ജണ്ണു തക തോതരികിട തക തോന്തക തയ്യത്വം. ഇത് അർത്ഥമില്ല. അപ്പൊ അന്ന് അവരുടെ ആ വായിൽ വരുന്ന താളമെന്ന് പറയുമ്പോൾ നമുക്കറിയാം താളം ഉണ്ടായത് എവിടെ നിന്ന് ചോദിച്ചാല് നമ്മളെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. ഹൃദയം ഇന്ന് തുടിക്കുന്നത് ഒരു താളത്തിനാണ്. ആ തുടിപ്പിന് എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ അത് പ്രചാരത്തിലോട്ട് വന്നു. പക്ഷെ അന്നെല്ലാം കലയെന്ന് പറഞ്ഞാൽ അന്ന് ലാഭം നോക്കിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കലയെന്ന് പറയുന്ന ഒരു ഷോർട്ട് പേഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുക ലാഭേച്ഛമില്ലാതെ. അതായത് നമ്മൾ ജോലി ചെയ്യുക പക്ഷെ ലാഭം നോക്കാൻ പാടില്ല. കല എന്ന വാക്കുണ്ട്. കല എന്ന വാക്ക് അതാണ്. കാരണം കർമ്മം ചെയ്യുക ലാഭേച്ഛമില്ലാതെ, അതാണ് കല. പക്ഷെ ഇന്നതങ്ങ് മാറിയില്ലേ. ഇന്ന് അതെല്ലാം നമ്മളെല്ലാം വയറ്റിപ്പഴപ്പിന് വേണ്ടി ആണ്. ഈ 50 വർഷത്തെ കലാസബരിയിൽ ഏകദേശം ഒരു എത്ര വേദികളിൽ ഈ കാക്കാരിശി നാടകം അവതരിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വരാകുമ്പോൾ 6800 പരം വേദികൾ. 6800 പരം വേദി കളിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു മനുഷ്യായുസിന്റെ പകുതിയോളം വേദികൾ തന്നെ പൂർണ്ണമായും ആണെന്ന് പറയാം. ഒരു പക്ഷെ ഈ നമ്മുടെ ഒരു സീസണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. നേരത്തെ ഏറ്റവും കൂടുതൽ വേദികൾ ഇപ്പൊ ഒരു വർഷമൊക്കെ എത്ര വേദികൾ കളിക്കും? 150 വേദി വരെ കളിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ മിക്കവാറും ഒരു 20 ദിവസമെങ്കിലും ഡബിളായിരിക്കും. മാർച്ചും ഒക്കെ 20-25 ദിവസം ഡബിളായിരിക്കും. പക്ഷേ അന്നൊക്കെ നമുക്ക് 150ഓളം പ്രോഗ്രാം കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ പകുതിയും കളിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ധാരാളം കലാസമിതികൾ ഇഷ്ടംപോലെ ആയി. അതുമാത്രമല്ല ഇന്നത്തെ ഈ കൊറോണ കാലത്തിന് ശേഷം ഇങ്ങോട്ട് കലാകാരന്മാർക്കെല്ലാം ശനിയേറ്റിരിക്കുകയാണ്. പ്രോഗ്രാം കുറവ്. പരമാവധി അമ്പലങ്ങളിലെ പരിപാടി എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതിനുപരിയായിട്ട് നമുക്കിപ്പോൾ ഒരു 10 മണി വരെ മയക്ക് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ഒരു സാങ്കേതികമായി തടസ്സം വന്നപ്പോൾ അത് മൈക്കാർ മാത്രമല്ല കലാകാരന്മാരല്ല മൈക്കാർ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അത് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ 51 വർഷത്തിൽ ഏറ്റവും കുറച്ച് കളിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഇത് ഇനിയും തുടർന്നു പോയാൽ ഈ വർഷവും കളി അതിനേക്കാൾ കുറയും എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ കലാകാരന്മാരെല്ലാം ഇപ്പോഴിരിക്കുന്നത്.